ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെക്റ്റേഡ് ഇൻട്രപ്റ്റ്സ് ആണ്. അതൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു ഇൻട്രപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഇൻട്രപ്റ്റ് സർവീസ് റൊട്ടീൻ വർക്ക് ആവണം അല്ലേ, ഒരു ISR വർക്ക് ആവണം. ആ ഇൻട്രപ്റ്റ് സർവീസ് റൊട്ടീൻ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ആ ഇൻട്രപ്റ്റ് സർവീസിൻ്റെ ബിഗിനിങ് അഡ്രസ്സ് വേണം. സപ്പോസ് ഇത് 1000 എന്നുള്ള ലൊക്കേഷനിൽ നിന്നാണ് നമ്മുടെ ഇൻട്രപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ബിഗിനിങ് അഡ്രസ്സ് നമ്മുടെ കയ്യിൽ കിട്ടണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വെക്റ്റേഡ് ഇൻട്രപ്റ്റിൻ്റെ കേസിൽ ഇവിടുത്തെ ഇൻട്രപ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതാണ് ഒരു ഇൻട്രപ്റ്റ് വെക്റ്റർ എന്ന് പറയും. എന്താണ് ഒരു ഇൻട്രപ്റ്റ് വെക്റ്റർ? ആ ഇൻട്രപ്റ്റ് വെക്റ്ററിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻട്രപ്റ്റ് സർവീസ് റൊട്ടീൻ്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ ഇൻട്രപ്റ്റ് സർവീസ് റൊട്ടീൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ആ ബിഗിനിങ് അഡ്രസ്സ് നമ്മൾ പിക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വെക്റ്റേഡ് ഇൻട്രപ്റ്റിൻ്റെ കേസിൽ ഏത് ഡിവൈസാണോ ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് ആ ഡിവൈസ് നമുക്ക് എന്ത് ചെയ്യും, 4 ബിറ്റ്സിൻ്റെ ഒരു അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്ത് തരും. ഓക്കെ, സോ അഡ്രസ് കോഡിനകത്ത് ആ അഡ്രസ് കോഡിൻ്റെ സൈസ് എത്രയായിരിക്കും, 4 ബിറ്റ്സ്. ഓക്കെ, എന്നിട്ട് ഇതിനെ അപ്പെൻഡ് ചെയ്ത് നമ്മളുടെ CPU അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സർ എന്ത് ചെയ്യും, ഒരു അഡീഷണലായിട്ട് ഒരു 4 ബിറ്റ് അഡ്രസ് കോഡും കൂടെ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ ഡിവൈസ് സെൻഡ് ചെയ്തിരിക്കുന്ന 4 ബിറ്റ് അഡ്രസ് കോഡിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പ്രോസസ്സറും കൂടെ എന്ത് ചെയ്യും, ഒരു 4 ബിറ്റ് അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, സോ ഈ 4 ബിറ്റ്സിനെ യുണൈറ്റ് ചെയ്തുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ഒരു 8 ബിറ്റ് അഡ്രസ്സ് ആയിരിക്കും നമ്മളുടെ ISRൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടിൻ്റെ ബിഗിനിങ് അഡ്രസ്സായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു ഇൻട്രപ്റ്റ് വെക്റ്റർ ഉണ്ടായിരിക്കും. ആ ഇൻട്രപ്റ്റ് വെക്റ്ററിൻ്റെ സൈസ് നോർമലി 4 അല്ലെങ്കിൽ 8 ബിറ്റ്സ് ആയിരിക്കും. ആ 8 ബിറ്റ്സ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, നമ്മളുടെ ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന ഡിവൈസ് ഏതാണോ ആ ഡിവൈസ് എന്ത് ചെയ്യും, ഈ ഔട്ട് ഓഫ് ദ 8 ബിറ്റ്സിൽ 4 ബിറ്റ് അഡ്രസ് സ്പെസിഫിക്കേഷൻ ജനറേറ്റ് ചെയ്യും. എന്നിട്ട് അതിനെ അപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോസസ്സർ എന്ത് ചെയ്യും, ഒരു 4 ബിറ്റ് അഡ്രസ് സീക്വൻസ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള അഡ്രസ്സാണ് നമ്മളുടെ ഇൻട്രപ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻട്രപ്റ്റ് സർവീസ് റൊട്ടീൻ്റെ ബിഗിനിങ് അഡ്രസ്സായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടായിരിക്കും ഒരു ഇൻട്രപ്റ്റിൻ്റെ പ്രോഗ്രഷൻ ഇൻ ദ കേസ് ഓഫ് എ വെക്റ്റേഡ് ഇൻട്രപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് കോൺസെപ്റ്റ്. ഇനി നമുക്ക് നോട്ട്സ് ഒന്ന് വായിച്ച് നോക്കാം. ഹിയർ ദ ഡിവൈസ് റിക്വസ്റ്റിംഗ് ആൻ ഇൻട്രപ്റ്റ് മേ ഐഡൻറ്റിഫൈ ഇറ്റ്സെൽഫ് ടു ദ പ്രോസസ്സർ ബൈ സെൻഡിങ് എ സ്പെഷ്യൽ കോഡ് ഓവർ ദ ബസ് ആൻഡ് ദെൻ പ്രോസസ്സർ സ്റ്റാർട്ട് എക്സിക്യൂട്ടിംഗ് ദ ISR. അപ്പോൾ ശരിക്കും ഒരു സ്പെഷ്യൽ കോഡ് എന്ത് ചെയ്യും, ആ ഒരു ഡിവൈസ് നമ്മുടെ പ്രോസസ്സറിലേക്ക് സെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അതൊരു 4 ബിറ്റ് അഡ്രസ് കോഡാണ് യൂഷ്വലി. ഓക്കെ, ദ കോഡ് സപ്ലൈഡ് ബൈ ദ പ്രോസസ്സർ ഇൻഡിക്കേറ്റിംഗ് ദ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദ ISR ഫോർ ദ ഡിവൈസ്. നമ്മുടെ ഡിവൈസിൻ്റെ ഏത് ഡിവൈസിൻ്റെ ആണോ നമുക്ക് ഇൻട്രപ്റ്റ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ ഡിവൈസിൻ്റെ ലേക്കുള്ള ബിഗിനിങ് അഡ്രസ്സ് ആയിരിക്കും നമ്മുടെ കയ്യിലുള്ള ഈ ഡിവൈസ് സെൻഡ് ചെയ്യുന്ന 4 ബിറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നോർമലി ഇവർ തരുന്ന അല്ലെങ്കിൽ ഈ ഡിവൈസ് സെൻഡ് ചെയ്യുന്ന അഡ്രസ്സിൻ്റെ റേഞ്ച് 4 ബിറ്റ്സ് ആയിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യും, ഒരു 4 ബിറ്റും കൂടെ നമ്മുടെ പ്രോസസ്സർ അപ്പെൻഡ് ചെയ്യും. ദെൻ യൂഷ്വലി ഒരു ഇൻട്രപ്റ്റ് സർവീസ് റൊട്ടീൻ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ വെക്റ്റർ ഇൻട്രപ്റ്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 8 ബിറ്റ്സ് ആയിരിക്കും. ഓക്കെ, ഇൻട്രപ്റ്റ് വെക്റ്റർ ഓൾസോ ഇൻക്ലൂഡ് എ ന്യൂ വാല്യൂ ഫോർ ദ പ്രോസസ്സർ സ്റ്റാറ്റസ് രജിസ്റ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു പ്രോസസ്സർ സ്റ്റാറ്റസ് രജിസ്റ്റർ എനേബിൾ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻട്രപ്റ്റ് അവിടെ എക്സിക്യൂട്ട് ആവത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ബിറ്റിനെ എനേബിൾ ചെയ്യാനുള്ള ഇൻഫർമേഷനും പ്ലസ് ഈ 8 ബിറ്റ് സീക്വൻസ് 8 ബിറ്റ് അഡ്രസ് സീക്വൻസും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും നമ്മളുടെ ഇൻട്രപ്റ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. ദ ഇൻട്രപ്റ്റ് വെക്റ്റർ ഓൾസോ ഇൻക്ലൂഡ് എ ന്യൂ വാല്യൂ ഫോർ ദ പ്രോസസ്സർ സ്റ്റാറ്റസ് രജിസ്റ്റർ. അത് മനസ്സിലായല്ലോ. വെൻ ദ പ്രോസസ്സർ ഈസ് റെഡി ടു റിസീവ് ദ ഇൻട്രപ്റ്റ് വെക്റ്റർ കോഡ് ഇറ്റ് ആക്ടിവേറ്റ് ദ ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ് ലൈൻ. അപ്പോൾ ഈ പ്രോസസ്സർ റെഡി ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഇൻട്രപ്റ്റ് വെക്റ്ററിൻ്റെ അനുസരിച്ചിട്ട് ആ ഇൻട്രപ്റ്റ് വെക്റ്റർ പ്രൊവൈഡ് ചെയ്യുന്ന അഡ്രസ്സിലേക്ക് പോകാനായിട്ട് നമ്മുടെ പ്രോസസ്സറിന് റെഡി ആണെങ്കിൽ അതെന്ത് ചെയ്യും, ഒരു ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ് സിഗ്നൽ എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ഇൻട്രപ്റ്റ് വെക്റ്റർ ജനറേറ്റ് ചെയ്ത ഡിവൈസ് എന്താണോ ആ ഡിവൈസിലേക്ക് എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നോർമലി എന്താണ് ഒരു വെക്റ്റഡ് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസ് എന്ത് ചെയ്യും, ഒരു 4 ബിറ്റ് കോഡ് അഡ്രസ് കോഡായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇൻട്രപ്റ്റായിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ആ ഇൻട്രപ്റ്റ് ഇതിന് നമ്മൾ ഈ 4 ബിറ്റിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പ്രോസസ്സർ ജനറേറ്റ് ചെയ്യുന്ന 4 ബിറ്റും കൂടെ കമ്പൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മളുടെ ഒരു 8 ബിറ്റ് കോഡ് ജനറേറ്റ് ആവും. അതിനെയാണ് നമ്മൾ ഇൻട്രപ്റ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഡിവൈസ് ഈ തരുന്ന ഇൻഫർമേഷൻ്റെ കൂട്ടത്തിൽ പ്രോസസ്സ് എനേബിൾ ആണോ, ഇൻട്രപ്റ്റിനെ സർവീസ് ചെയ്യാനായിട്ട് റെഡി ആണോ എന്നറിയാൻ വേണ്ടി ഒരു സ്റ്റാറ്റസ് ഇൻഡിക്കേറ്ററും കൂടെ സെൻഡ് ചെയ്യുന്നുണ്ട്. ഈ പ്രോസസ്സ് എനേബിൾ ആണെങ്കിൽ മാത്രമേ ആ ഒരു പ്രോസസ്സറിന് എന്ത് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടാവത്തുള്ളൂ, ഇൻട്രപ്റ്റിനെ സർവീസ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടാവത്തുള്ളൂ ആണല്ലോ, അത് നമുക്കറിയാം. സോ വൺസ് നമ്മളുടെ പ്രോസസ്സർ ആ ഒരു പർട്ടിക്കുലർ ഡിവൈസിൻ്റെ ഇൻട്രപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ എന്തായിരിക്കും, ഒരു അക്നോളജ്മെൻറ്റ് സിഗ്നൽ ആയിരിക്കും, ദാറ്റ് ഈസ് ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ്. അതിൻ്റെ മീനിങ് എന്താണ്, ദ പ്രോസസ്സർ ഈസ് റെഡി ടു സർവീസ് ദ ഡിവൈസ് വിച്ച് ഈസ് റിക്വസ്റ്റിംഗ് ഫോർ ദ സർവീസ് ഓഫ് ദ പ്രോസസ്സർ. അല്ലേ, നമ്മുടെ പ്രോസസ്സറിൻ്റെ സർവീസിനെ റിക്വസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സറിൻ്റെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഇൻട്രപ്റ്റ് സിഗ്നലിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രോസസ്സർ എന്ത് ചെയ്യും, ഒരു അക്നോളജ്മെൻറ്റ് സിഗ്നൽ അങ്ങോട്ട് സെൻഡ് ചെയ്യും. ആ ഒരു സിഗ്നലിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നൗ ദ പ്രോസസ്സർ ഈസ് റെഡി ടു സെർവ് ദ ഡിവൈസ്. ഏത് ഡിവൈസാണോ ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഡിവൈസിനെ
സെർവ് ചെയ്യാനായിട്ട് നമ്മുടെ പ്രോസസ്സർ റെഡിയാണെന്നുള്ള ഇൻഡിക്കേഷനാണ് ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ് വഴി നമ്മളവിടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത വേറൊരു കോണ്ടെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഇൻട്രപ്റ്റ് നെസ്റ്റിംഗ് എന്ന് പറയും. അതായത് മൾട്ടിപ്പിൾ പ്രോസസ്സുകൾ മൾട്ടിപ്പിൾ ഡിവൈസസ് സെയിം ടൈമിൽ എന്ത് ചെയ്യുവാണ്, നമ്മുടെ പ്രോസസ്സറിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻട്രപ്റ്റ് നെസ്റ്റിംഗ്. ഇൻട്രപ്റ്റ് നെസ്റ്റിംഗ് എന്ന് പറയുമ്പോഴേക്കും ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ആക്ച്വലി നമ്മുടെ പ്രോസസ്സർ ഏത് മോഡിലായിരിക്കും ഇരിക്കുന്നത്, പ്രോസസ്സർ ഈസ് ഇൻ ദ മോഡ് ഓഫ് സർവീസിങ് എ റിക്വസ്റ്റ്. പ്രോസസ്സർ ഇപ്പോൾ എന്ത് ചെയ്യുവാണ്, ഒരു ഇൻട്രപ്റ്റിനകത്ത് നിൽക്കുക, അതിലൊരു ഇൻട്രപ്റ്റിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുവാണ്, സെർവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, വേറൊരു ഇൻട്രപ്റ്റ് വീണ്ടും എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രോസസ്സറിനെ റിക്വസ്റ്റ് ചെയ്യുന്നത്. സോ ഒരു കുറേ ഇൻട്രപ്റ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, കുറേ ഡിവൈസസ് പാരലി കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പല ഡിവൈസസിനും അതിൻ്റെ വർക്കിങ്ങിനനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ് ഓഫ് ടൈമിൽ ആരെ ആവശ്യമായിട്ട് വേണ്ടി വരും, പ്രോസസ്സറിനെ ആവശ്യമായിട്ട് വേണ്ടി വരും. അപ്പോൾ ആ സമയങ്ങളിൽ പ്രസൻ്റ്ലി നമ്മുടെ പ്രോസസ്സർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുവാണ്, ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻട്രപ്റ്റ് ആണ്. ഓക്കെ, സോ ഒരു ഇൻട്രപ്റ്റ് സർവീസ് റൊട്ടീൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സറിലേക്ക് വേറൊരു ഇൻട്രപ്റ്റ് വരുവാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഇൻട്രപ്റ്റ് നെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇൻട്രപ്റ്റ് നെസ്റ്റിംഗ് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇൻട്രപ്റ്റ് നെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രോസസ്സർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുവാണ്, ഒരു ഇൻട്രപ്റ്റ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് വേറൊരു ഡിവൈസിൻ്റെ ഇൻട്രപ്റ്റ് വരുവാണ്. അപ്പോൾ നമ്മളതിനെ വിളിക്കുന്ന പേരെന്താണ്, ഇൻട്രപ്റ്റ് നെസ്റ്റിംഗ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് അത്രയ്ക്ക് അങ്ങനെ പൊതുവായിട്ട് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സല്ല. കാര്യം ഈ ഇൻട്രപ്റ്റ് സർവീസ് റൊട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു സീക്വൻസ് ഓഫ് കോഡ്, അല്ലെങ്കിൽ അത് ഭയങ്കര പെട്ടെന്ന് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും ISRനകത്ത് എപ്പോഴും വരിക. അപ്പോൾ ആ ഒരു മൈക്രോ സെക്കൻഡ്സിനുള്ളിൽ അല്ലെങ്കിൽ അത്രയും മില്ലി സെക്കൻഡ്സിനുള്ളിൽ നമ്മൾ പുതിയൊരു ഇൻസ്ട്രക്ഷനെ എടുത്ത് അതിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം ലോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പ്രോസസ്സറിൻ്റെ ക്യാപ്പബിലിറ്റിയെ കുറയ്ക്കുന്നൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ നോർമലി ഇൻട്രപ്റ്റ് നെസ്റ്റിങ്ങിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്താണ്, അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻട്രപ്റ്റ് വരുവാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ഈ ഇൻട്രപ്റ്റ് നെസ്റ്റിംഗ് നമ്മൾ അലോ ചെയ്യത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ in multiple level priority scheme we assign priority level to the processor that can be changed under program control. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അത്രയും ഹൈ പ്രയോറിറ്റി പ്രോസസ്സുകൾ വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ഇങ്ങനത്തെയുള്ള ഇൻട്രപ്റ്റ് നെസ്റ്റിംഗ് നമ്മൾ അലോ ചെയ്യത്തുള്ളൂ. അപ്പോൾ മനസ്സിലാക്കണം, ഒരു ഇൻട്രപ്റ്റ് നെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോസസ്സർ ഓൾറെഡി ഇൻട്രപ്റ്റ് നിൽക്കുവാണ്, ആ സമയത്ത് പുതിയൊരു ഇൻട്രപ്റ്റ് വരുന്നു. അപ്പോൾ ആ പ്രോസസ്സർ യൂഷ്വലി എന്ത് ചെയ്യത്തില്ല, ഇൻട്രപ്റ്റിനെ ആ സമയത്തേക്ക് ഡീൽ ചെയ്യത്തില്ല. എങ്ങനെയുള്ള റിക്വസ്റ്റുകളാണെങ്കിൽ മാത്രമേ ഡീൽ ചെയ്യത്തുള്ളൂ, ഹൈ പ്രയോറിറ്റി ഇൻട്രപ്റ്റ്സ് ആണെങ്കിൽ മാത്രമേ ഡീൽ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഹൈ പ്രയോറിറ്റി ഇൻട്രപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഈ സിസ്റ്റം ലെവൽ അല്ലെങ്കിൽ നമ്മുടെ OS ബേസിസിലുള്ള കുറേ ഇൻട്രപ്റ്റ്സ് ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള ഇൻട്രപ്റ്റ്സ് ആയിരിക്കും യൂഷ്വലി എന്ത് ചെയ്യുന്നത്, ഇൻട്രപ്റ്റ് നെസ്റ്റിങ്ങിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു നമ്മുടെ പ്രോസസ്സറിൻ്റെ പ്രയോറിറ്റി ലെവലിനേക്കാളും കുറഞ്ഞ റിക്വസ്റ്റുകളാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഇൻട്രപ്റ്റ് റിക്വസ്റ്റുകൾ ആക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇനി പ്രോസസ്സറിൻ്റെ ലെവലിനേക്കാളും കൂടിയ ലെവലിലുള്ള ഇൻട്രപ്റ്റുകളാണ് വരുന്നതെങ്കിൽ, അതായത് നമ്മളുടെ ശരിക്കും OS സ്പെസിഫിക് അല്ലെങ്കിൽ കേർണൽ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻട്രപ്റ്റുകളാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, അത്തരത്തിലുള്ള ഇൻട്രപ്റ്റുകളെ നമ്മുടെ സിസ്റ്റം അവിടെ ഡീൽ ചെയ്യും. അത് മസ്റ്റായിട്ടും ഡീൽ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സറിൻ്റെ ലെവൽ അല്ലെങ്കിൽ പ്രോസസ്സറിൻ്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആക്ച്വലി ഉദ്ദേശിക്കുക? ഇപ്പോൾ കറണ്ടായിട്ട് നമ്മുടെ പ്രോസസ്സർ ഏത് പ്രോസസ്സാണോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് ഡിവൈസിനെയാണോ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ഡിവൈസിൻ്റെ പ്രയോറിറ്റി ആയിരിക്കും നമ്മുടെ പ്രോസസ്സറിൻ്റെ പ്രയോറിറ്റി ആയിട്ട് സെറ്റ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു ഇൻട്രപ്റ്റ് നെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രസൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രോസസ്സറിൻ്റെ ലെവലിനേക്കാളും പ്രയോറിറ്റി ലെവലിനേക്കാളും ഒന്നെങ്കിൽ കൂടുതലായിട്ടുള്ളതായിരിക്കണം, ഒരിക്കലും ഈക്വലോ അതിനേക്കാളും ലെവൽ ലോ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു റിക്വസ്റ്റുകൾ എന്ത് ചെയ്യത്തില്ല, നമ്മുടെ പ്രോസസ്സർ ആക്സെപ്റ്റ് ചെയ്യത്തില്ല. വേറാസ് ദ കേസ് ഓഫ് ആൻ ഇൻട്രപ്റ്റ് നെസ്റ്റിംഗ്. ഓക്കെ, then priority level of the processor is the priority of the program that is currently being executed. The processor accepts interrupts only from devices that have priority higher than its own. അപ്പോൾ ശരിക്കും പ്രോസസ്സർ അക്സെപ്റ്റ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ഡിവൈസസ് ആയിരിക്കും, നമ്മുടെ പ്രോസസ്സറിൻ്റെ പ്രയോറിറ്റി ലെവലിനേക്കാളും കൂടിയ ലെവലിലുള്ള ഇൻട്രപ്റ്റുകളെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മുടെ പ്രോസസ്സർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്താണ് പ്രോസസ്സറിൻ്റെ പ്രയോറിറ്റി ലെവൽ എന്ന് പറഞ്ഞാൽ, പ്രോസസ്സർ പ്രസൻ്റ്ലി ഏത് പ്രോസസ്സിനെയാണോ അല്ലെങ്കിൽ ഏത് ഡിവൈസിനെയാണോ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ലെവലായിരിക്കും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രയോറിറ്റി ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇപ്പോൾ അറ്റ് ദ ടൈം ഓഫ് എക്സിക്യൂഷൻ ഓഫ് ആൻ ISR ഫോർ സം ഡിവൈസ് ഈസ് സ്റ്റാർട്ടഡ്, ദ പ്രയോറിറ്റി ഓഫ് ദ പ്രോസസ്സർ ഈസ് റേസ്ഡ് ടു ദ പ്രയോറിറ്റി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഡിവൈസ്. ഇപ്പം ഇപ്പോൾ പ്രോസസ്സർ ഒരു പർട്ടിക്കുലർ ഡിവൈസിൻ്റെ ഇൻട്രപ്റ്റ് എക്സിക്യൂഷൻ ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ ആ ഡിവൈസിൻ്റെ ഏത് ലെവലാണോ പ്രയോറിറ്റി ഉള്ളത് അതായിരിക്കും നമ്മുടെ പ്രോസസ്സറിൻ്റെ പ്രയോറിറ്റി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പ്രോസസ്സറിൻ്റെ പ്രയോറിറ്റിയേക്കാളും കൂടുതലോ അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ആയിട്ടുള്ള എല്ലാ റിക്വസ്റ്റുകളും മാത്രമേ പ്രോസസ്സർ നെസ്റ്റിങ്ങിൽ ഹാൻഡിൽ ചെയ്യത്തുള്ളൂ. സെയിം തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, then the action disables interrupts from devices at the same level of priority or level. ഇപ്പോൾ ശരിക്കും
നമ്മളുടെ പ്രോസസ്സറിനേക്കാളും അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിനേക്കാളും പ്രയോറിറ്റി കുറഞ്ഞ ലെവലുള്ള ഡിവൈസസ് ആണ് റിക്വസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പ്രോസസ്സർ ഒരിക്കലും ആ ഇൻട്രപ്റ്റിനെ സെർവ് ചെയ്യത്തില്ല, അതിനെ ഡിസേബിൾ ചെയ്ത് കളയത്തേ ഉള്ളൂ. ഓക്കെ, ദെൻ ഇനി നമ്മൾ വേറൊരു കാറ്റഗറിയാണ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പ്രിവിലേജ്ഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയും. പ്രിവിലേജ്ഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഇൻസ്ട്രക്ഷൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും നോക്കാനില്ല, അതായിരിക്കും ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രിവിലേജ്ഡ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോസസ്സർ ഏത് മോഡിലായിരിക്കും? സൂപ്പർവൈസർ മോഡിലായിരിക്കും. അപ്പോൾ 2 മോഡിൽ നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് യൂസർ മോഡിലും നമ്മുടെ പ്രോസസ്സർ ആക്ട് ചെയ്യും, സൂപ്പർവൈസർ മോഡിലും ആക്ട് ചെയ്യും. സോ യൂസർ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂസർ സ്പെസിഫിക് ആയിട്ടുള്ള ഇപ്പോൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്യണം, പിന്നെ നമുക്ക് എന്താണ്, അതായത് നമ്മുടെ ഈ OSനെ അല്ലെങ്കിൽ നമ്മുടെ കേർണലിനെ ഒന്നും നമ്മളെന്താ മീൻസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല, ഓൾട്ടർ ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ OS ക്രാഷ് ആയി പോവില്ലേ? അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ സിസ്റ്റം സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഏത് ലെവലിൽ നിന്നുകൊണ്ടായിരിക്കും? ഒരു സൂപ്പർവൈസർ മോഡിൽ നിന്നുകൊണ്ടായിരിക്കും. ഓക്കെ, സോ അപ്പം നമ്മുടെ പ്രോസസ്സർ സൂപ്പർവൈസർ മോഡിൽ നിൽക്കുന്ന സമയത്താണ് പ്രിവിലേജ്ഡ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ആവുന്നത്. ഇനി നോർമലി ഉള്ള സാധാരണയുള്ള നമ്മുടെ എക്സിക്യൂഷൻസ് ഒക്കെ ഇല്ലേ, അതായത് നമ്മളിപ്പം പെർഫോം ചെയ്യുന്നൊരു ഫയൽ ഓപ്പണിംഗ് ക്ലോസിങ്, നമ്മൾ നോർമലി പെർഫോം ചെയ്യുന്ന ഒരു അരിത്തമാറ്റിക് ലോജിക്കൽ ഓപ്പറേഷൻസ് അങ്ങനെയൊക്കെ നടക്കുന്ന സമയങ്ങളിൽ നോർമൽ ഒരു യൂസർ മോഡിൽ നിന്നായിരിക്കും നമ്മുടെ പ്രോസസ്സർ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് നോക്കിക്കേ, ഒരു യൂസർ മോഡിൽ അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർ മോഡിൽ നിന്നുകൊണ്ട് ഒരു യൂസർ മോഡിലേക്ക് സിസ്റ്റത്തിന് പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് മാറാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വി നീഡ് ആൻ എക്സെപ്ഷൻ. അപ്പോൾ അതിന് പ്രിവിലേജ് ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് നോക്കാം. പ്രിവിലേജ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രോസസ്സറിൻ്റെ സ്റ്റാറ്റസ്, അതായത് ഇപ്പം 2 മോഡ്സിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. സൂപ്പർവൈസർ മോഡും ഉണ്ട്, യൂസർ മോഡും ഉണ്ട്. അപ്പോൾ സൂപ്പർവൈസർ മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ സിസ്റ്റം സ്പെസിഫിക് ആയിട്ടുള്ള റിസോഴ്സുകളൊക്കെ ആക്സസ് ചെയ്യാനുള്ള സ്പെഷ്യൽ പ്രിവിലേജസ് ഉണ്ടായിരിക്കും. അതാണ് സൂപ്പർവൈസർ മോഡെന്ന് പറയുന്നത്. ഇനി യൂസർ മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സറിന് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അലോക്കേറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകളുടെ അവൈലബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സിസ്റ്റം സ്പെസിഫിക് ആയിട്ടുള്ള ഇപ്പോൾ നമ്മൾ ഇൻട്രപ്റ്റ് തന്നെ നമ്മൾ വർക്ക് ചെയ്യാന്ന് വെച്ചോ, അപ്പോൾ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രിവിലേജിനേക്കാളും കുറവായിരിക്കും നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യുക, ഫയലിനെ ക്ലോസ് ചെയ്യുക, ഒരു നോർമൽ അരിത്തമാറ്റിക് ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതാണ് നമ്മുടെ നോർമൽ യൂസർ മോഡെന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് യൂസർ മോഡും ഉണ്ട്, പിന്നെന്താ ഉള്ളത്, സൂപ്പർവൈസർ മോഡും ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കേർണൽ ബേസിസിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന കേർണൽ മോഡും ഉണ്ട്, യൂസർ മോഡും ഉണ്ട്, കേർണൽ മോഡും ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ സൂപ്പർവൈസർ മോഡും ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവിലേജ്ഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ ചില ഇൻസ്ട്രക്ഷൻസിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രോസസ്സറിൻ്റെ പ്രിവിലേജിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് യൂസർ മോഡിൽ നിന്ന് കേർണൽ മോഡിലോട്ടും സൂപ്പർവൈസർ മോഡിൽ നിന്ന് നമ്മുടെ യൂസർ മോഡിലോട്ടും ഒക്കെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനത്തുള്ള ഇൻസ്ട്രക്ഷൻസാണ് പ്രിവിലേജ്ഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി നമ്മളുടെ ഈ നോട്ട്സ് നോക്കുവാണെങ്കിൽ നമ്മുടെ പ്രോസസ്സർ സ്റ്റാറ്റസ് രജിസ്റ്റർ ഉണ്ടല്ലോ, അപ്പോൾ ഈ പ്രോസസ്സർ സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് നമുക്കൊരു വേർഡ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു വേർഡിൽ കുറച്ച് ബിറ്റ്സ് എന്തായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അത് നമ്മളുടെ ഈ ഒരു പ്രോസസ്സർ ഏത് മോഡിൽ വർക്ക് ചെയ്യണമെന്നുള്ളതായിരിക്കും. ഇപ്പോൾ സേ ഇത് യൂസർ മോഡ് അല്ലെങ്കിൽ കേർണൽ മോഡ് അല്ലെങ്കിൽ അങ്ങനെ പ്രിവിലേജ്ഡ് മോഡിൽ വർക്ക് ചെയ്യണോ അതോ നോർമൽ മോഡിൽ വർക്ക് ചെയ്യണോ എന്നൊക്കെയുള്ള ഡിസിഷൻസ് ആയിരിക്കും ഈ ഓരോ ബിറ്റ്സും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഒരു വേർഡിനകത്തുള്ള കുറച്ച് ബിറ്റ് പൊസിഷൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് പ്രിവിലേജ്ഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ദ പ്രോസസ്സർ പ്രയോറിറ്റി ഈസ് യൂഷ്വലി എൻകോഡഡ് ഇൻ എ ഫ്യൂ ബിറ്റ്സ് ഓഫ് ദ പ്രോസസ്സർ സ്റ്റാറ്റസ് വേർഡ്. ഇറ്റ് ക്യാൻ ഓൾസോ ബി ചേഞ്ച്ഡ് ബൈ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ദെൻ ഇറ്റ് ഈസ് റൈറ്റ് ഇൻ ടു ദ program status register. These instructions are called privileged instructions. This can be executed only when the processor is in supervisor mode. നമ്മൾ ശരിക്കും ഈ privileged instructions ഓൺ ആവുന്നത് എപ്പോഴാണ്? when our processor is in supervisor mode. ഓക്കെ, അതായത് ആക്ച്വലി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള റൊട്ടീൻസ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രോഗ്രാംസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? സൂപ്പർവൈസർ മോഡിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ദെൻ ശരിക്കും ഇറ്റ് സ്വിച്ചസ് ടു ദ യൂസർ മോഡ് ബിഫോർ ബിഗിനിങ് ടു എക്സിക്യൂട്ട് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഏത് മോഡിലേക്ക് മാറും? യൂസർ മോഡിലോട്ടും. പിന്നെ OS സ്പെസിഫിക് ആയിട്ടുള്ള റൊട്ടീൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ പ്രിവിലേജ്ഡ് മോഡിലോട്ടും മാറും. ഓക്കെ, ഇനി സാധാരണ നമുക്ക് ഒരു യൂസർ മോഡിൽ നിന്ന് ഒരു സൂപ്പർവൈസർ മോഡിലോട്ട് നോർമലി നമുക്ക് പ്രോസസ്സറിനെ നമുക്ക് ചേഞ്ച് ചെയ്യിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് എക്സെപ്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യും. ആ എക്സെപ്ഷൻസിനെയാണ് നമ്മൾ പ്രിവിലേജ്ഡ് എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു നോർമൽ ഒരു കോൺഫിഗറേഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഡിവൈസസ് ഉണ്ട്. ആ ഡിവൈസസ് ഇപ്പോൾ മൾട്ടിപ്പിൾ ഡിവൈസസിൻ്റെ ഇൻട്രപ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന മെക്കാനിസമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുവാണെങ്കിൽ ഒരു ഡിവൈസ് ഉണ്ട്,
n നമ്പർ ഓഫ് അല്ലെങ്കിൽ p നമ്പർ ഓഫ് ഡിവൈസസ് ഉണ്ട്. ഡിവൈസ് 1, ഡിവൈസ് 2 എക്സെട്ര അപ് ടു p ഡിവൈസസ്. ഇവിടെ നമ്മൾ പ്രത്യേകത നോക്കുവാണെങ്കിൽ ഓരോ ഡിവൈസസിനും നമ്മുടെ പ്രൊസസ്സറുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻട്രപ്റ്റ് ലൈൻസ് ഉള്ളത്. ഇത് ഡിവൈസ് 1ൻ്റെ ഇൻട്രപ്റ്റ് ലൈൻ, ഇത് ഡിവൈസ് 2ൻ്റെ ഇൻട്രപ്റ്റ് ലൈൻ, ഇത് ഡിവൈസ് 3യുടെ ഡിവൈസ് പിയുടെ ഇൻട്രപ്റ്റ് ലൈൻ. അപ്പോൾ അതേപോലെ തന്നെ പ്രൊസസ്സർ വൺസ് ദിസ് ഇൻട്രപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെൻഡ് ബാക്ക് ചെയ്യുന്ന അക്നോളജ്മെൻറ്റ് ലൈനാണിത്. ഇത് ഡിവൈസ് 2ൻ്റെ അക്നോളജ്മെൻറ്റ് ലൈൻ, ഇത് നമ്മുടെ പീത്ത് ഡിവൈസിൻ്റെ അക്നോളജ്മെൻറ്റ് ലൈൻ. അപ്പോൾ നമ്മൾ നോക്കിക്കേ, ഡിഫറെൻറ്റ് ഡിവൈസസ് ഉണ്ടെങ്കിൽ ഓരോന്നിനും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എന്തുണ്ട്, ഇൻട്രപ്റ്റ് ലൈൻസും ഉണ്ട്, പിന്നെ ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ് ലൈൻസും ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഇതിൽ നിന്ന് ഏത് ഡിവൈസിനെ അല്ലെങ്കിൽ ഏത് ഡിവൈസിൻ്റെ ഇൻട്രപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഒരു യൂണിറ്റാണ് പ്രയോറിറ്റി ആർബിട്രേഷൻ സർക്യൂട്ട്. ഏതാണ്? പ്രയോറിറ്റി ആർബിട്രേഷൻ സർക്യൂട്ട്. അപ്പം ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നോർമലി ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോഴേക്കും ഒരാൾ ഡിസിഷൻ എടുത്തിട്ട് പറയും ഇതാണ് നമ്മുടെ ഒരു കൺക്ലൂഷൻ. അങ്ങനെയല്ലേ നമ്മൾ ആർബിട്രേഷൻ എന്നൊരു ടേം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ പ്രയോറിറ്റി ആർക്ക് കൊടുക്കണം എന്നുള്ളതാണ് ആര് ഡിസൈഡ് ചെയ്യുന്നത്? ഈ പ്രയോറിറ്റി ആർബിട്രേഷൻ സർക്യൂട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ പ്രയോറിറ്റി ആർബിട്രേഷൻ സർക്യൂട്ട് ഡിസൈഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻട്രപ്റ്റ് അക്സെപ്റ്റ് ചെയ്യും നമ്മുടെ പ്രോസസ്സർ. എന്നിട്ട് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിവൈസിലേക്ക് അതിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അക്നോളജ്മെൻറ്റ് ലൈൻ വഴി എന്ത് ചെയ്യും? ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ് സിഗ്നൽ സെൻഡ് ചെയ്യും. ഈ ഒരു ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. മൾട്ടിപ്പിൾ ഇൻട്രപ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ആൻഡ് അക്നോളജ്മെൻറ്റ്സ് കോൺഫിഗർ ചെയ്തേക്കുന്നത് എന്നുള്ളത് നിങ്ങൾ വരയ്ക്കണം. ഓക്കെ, ദെൻ വായിച്ച് നോക്കുകയാണെങ്കിൽ നോട്ട്സും സെയിം തന്നെയാണ്. ഈച്ച് ഓഫ് ദി ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ലൈൻ ഈസ് അസൈൻഡ് എ ഡിഫറെൻറ്റ് പ്രയോറിറ്റി ലെവൽ. ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് റിസീവ്ഡ് ഓവർ ദീസ് ലൈൻസ് ആർ സെൻഡ് ടു ദ പ്രയോറിറ്റി ആർബിട്രേഷൻ സർക്യൂട്ട് ഇൻ ദ പ്രോസസ്സർ. എ റിക്വസ്റ്റ് ഈസ് അക്സെപ്റ്റഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് എ ഹയർ പ്രയോറിറ്റി ലെവൽ ദാൻ ദ കറൻ്റ്ലി അസൈൻ ടു ദ പ്രോസസ്സർ. അപ്പോൾ നമ്മൾ പ്രോസസ്സറിന് അസൈൻ ചെയ്തേക്കുന്ന ഇൻട്രപ്റ്റിനേക്കാളും പ്രയോറിറ്റി കൂടിയ ഇൻട്രപ്റ്റ് വരുവാണെങ്കിൽ മാത്രമേ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻട്രപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി സൈമൾട്ടേനിയസ് റിക്വസ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ ഓരോ ഇൻട്രപ്റ്റിന് വേണ്ടി ഡെഡിക്കേറ്റഡ് കൺട്രോൾ ലൈൻസ്, ദെൻ അക്നോളജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് കൺട്രോൾ ലൈൻസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ആർക്കിടെക്ചറിൻ്റെ കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് വയേഴ്സിൻ്റെ എണ്ണം എന്ത് ചെയ്യും? കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ? അപ്പോൾ ആ ഒരു പ്രോബ്ലം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെക്കാനിസമാണ് ഡെയ്സി ചെയിൻ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡെയ്സി ചെയിൻ മെക്കാനിസം. ഈ ഡെയ്സി ചെയിൻ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു സിംഗിൾ കൺട്രോൾ ലൈൻ ത്രൂ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ഇൻട്രപ്റ്റ് എല്ലാം നമ്മുടെ പ്രോസസ്സറിലേക്ക് എത്തുന്നത്. ഇവിടെ നമുക്ക് ഓരോ ഡിവൈസിനും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻട്രപ്റ്റ് ലൈൻസ് ഉണ്ടായിരുന്നു, കണ്ടോ? അതേസമയം ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡിവൈസിനും ഡെഡിക്കേറ്റഡ് ലൈൻസ് ഒന്നുമില്ല, ഒരു സിംഗിൾ ഇൻട്രപ്റ്റ് കൺട്രോൾ ലൈനുണ്ട്. അതിനകത്തോടെ എല്ലാ ഡിവൈസസും എന്ത് ചെയ്യും? അതിൻ്റെ ഇൻട്രപ്റ്റ് റിക്വസ്റ്റുകളെ പാസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമുക്ക് കിട്ടുന്ന അക്നോളജ്മെൻറ്റ്സ് ആണ് ഡെയ്സി ചെയിൻ ഫാഷനിൽ അറേഞ്ച് ചെയ്തേക്കുന്നത്. എങ്ങനെയായിരിക്കും? ഒരു ഡിവൈസിൽ നിന്ന് അടുത്ത ഡിവൈസിലേക്ക് പാസ് ചെയ്യുക, അവിടെ നിന്ന് അടുത്ത ഡിവൈസിലേക്ക് പാസ് ചെയ്യുക, ഇങ്ങനൊരു മാനറിലായിരിക്കും എന്ത് ചെയ്യുന്നത്? അക്നോളജ്മെൻറ്റ്സ് നമ്മുടെ കറസ്പോണ്ടിങ് ഡിവൈസിലേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺഫിഗറേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സറുമായിട്ട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഏത് ഡിവൈസാണോ അപ്പോൾ അതിനായിരിക്കും ഹയസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ ഡിവൈസ് 1ഉം ഡിവൈസ് 2ഉം ഡിവൈസ് എന്നും ഉണ്ട്. അപ്പോൾ ഈ ഡിവൈസ് 1ഉം ഡിവൈസ് 2ഉം ഒരേ സമയത്ത് എന്ത് ചെയ്തു? ഇൻട്രപ്റ്റ് സിഗ്നൽസ് സെൻഡ് ചെയ്തു. അപ്പോഴേക്കും സിസ്റ്റം നോക്കുന്നത് എന്താ? പ്രൊസസ്സർ നോക്കുന്നത് എന്താ? ഇവിടെ നിന്നൊരു ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ് സിഗ്നൽ സെൻഡ് ചെയ്യും. അപ്പോൾ അക്നോളജ്മെൻറ്റ് സിഗ്നൽ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ റിസീവ് ചെയ്യുന്നത് ആരായിരിക്കും? ഡിവൈസ് 1 റിസീവ് ചെയ്തിട്ട് ഡിവൈസ് 1ന് ഇനി ഇൻട്രപ്റ്റ് ഒന്നും ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ആരിലേക്ക് പാസ് ചെയ്യത്തുള്ളൂ? ഡിവൈസ് 2ലേക്ക് പാസ് ചെയ്യത്തുള്ളൂ. സോ ഇവർ രണ്ടുപേരും, അതായത് ഡിവൈസ് 1നും ഇൻട്രപ്റ്റ് സർവീസ് ഒന്നും ചെയ്യാനില്ല, ഡിവൈസ് 2നും സർവീസസ് ഒന്നും ഇല്ല എങ്കിൽ മാത്രമേ ഡിവൈസ് 3ലേക്ക് പോകത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഇവിടുത്തെ ഹയസ്റ്റ് പ്രയോറിറ്റി ആർക്കായിരിക്കും? ഏതാണോ നമ്മുടെ പ്രോസസ്സറുമായിട്ട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഡിവൈസ് അതിനായിരിക്കും ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, ഇനി ഇത് നമ്മൾ ഈ ഡിവൈസസുകളെല്ലാം ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കേസ്. അതേപോലെ തന്നെ നമുക്ക് എന്താണ്? പ്രയോറിറ്റി ഗ്രൂപ്പ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അസൈൻ ചെയ്യാം. അപ്പോൾ ഒന്നുമില്ല, ഇവിടെ നമുക്ക് ഒരൊറ്റ സെക്ഷനേ ഉള്ളൂ. ഇവിടെ നമുക്ക് 2 സെക്ഷൻസ് ആയിട്ടാണ് നമ്മളിതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഡിവൈസസിൻ്റെ ഒരു സെറ്റ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻട്രപ്റ്റ് ലൈനും അതിൻ്റെ അക്നോളജ്മെൻറ്റ് ഡെയ്സി ചെയിൻ മോഡിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഗ്രൂപ്പ്, ഇത് നമ്മുടെ ഗ്രൂപ്പ് 1 എന്ന് വിളിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഗ്രൂപ്പ്. അടുത്ത ഗ്രൂപ്പ് എങ്ങനെയായിരിക്കും? അടുത്ത ഗ്രൂപ്പിലും ഈ സെയിം കോൺഫിഗറേഷൻസ് തന്നെയാണ്, പക്ഷേ അതൊരു ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ സെഗ്മെൻ്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? അത് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ n നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്തേക്കും? നമ്മുടെ ഡിവൈസസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് പ്രയോറിറ്റി ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഓക്കെ,
സോ ഇവിടെ നമുക്കൊരു കോമൺ ഇൻറ്ററപ്റ്റ് ലൈനാണുള്ളത്. ഇൻറ്ററപ്റ്റ് അക്നോളജ്മെൻറ്റ് ലൈൻ INTA ഈസ് കണക്റ്റഡ് ഇൻ എ ഡെയ്സി ചെയിൻ ഫാഷൻ സച്ച് ദാറ്റ് INTA സിഗ്നൽ പ്രൊപ്പഗേറ്റ് സീരിയലി ത്രൂ ദ ഡിവൈസസ്. അപ്പം എപ്പോഴും നമ്മൾ ഡിവൈസസിൽ ത്രൂ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഇൻറ്ററപ്റ്റ്സ് അക്നോളജ്മെൻറ്റ്സ് എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നത്. വെൻ സെവറൽ ഡിവൈസസ് റേസ് ആൻ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ദ INTR ഈസ് ആക്ടിവേറ്റഡ് ആൻഡ് ദ പ്രൊസസ്സർ റെസ്പോൺസ് ബൈ സെറ്റിംഗ് INTA ലൈൻ ടു 1. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ദിസ് സിഗ്നൽ ഈസ് റിസീവ്ഡ് ബൈ ഡിവൈസസ്. ഓക്കെ, ഡിവൈസ് 1 passes the signal on to device 2 only if it does not require any service. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡെയ്സി ചെയിൻ ഫാഷനിൽ ഒരു ഡിവൈസിൽ നിന്ന് അതിൻ്റെ സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഡിവൈസിലേക്ക് ഒരു ഇൻറ്ററപ്റ്റ് അക്നോളജ്മെൻറ്റ് പോകണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡിവൈസ് അതിൻ്റെ ഇൻറ്ററപ്റ്റ് റൈസ് ചെയ്തിട്ടുണ്ടാവരുത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഡിവൈസ് 1-ന് ഒരു ഇൻറ്ററപ്റ്റും സർവീസ് ചെയ്യാനില്ലെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അത് ഡിവൈസ് 2-ലേക്ക് ഈ ഇൻറ്ററപ്റ്റ് അക്നോളജ്മെൻറ്റ് സിഗ്നൽ പാസ് ചെയ്യത്തുള്ളൂ. ഇവിടെ നമ്മുടെ ഡിവൈസുമായിട്ട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ആരാണോ, നമ്മുടെ പ്രോസസ്സറുമായിട്ട് ക്ലോസസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഏത് ഡിവൈസാണോ അതിനായിരിക്കും അക്നോളജ്മെൻറ്റ്സ് കിട്ടാനായിട്ട് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റീസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റിക്വയർസ് ഫീവർ വയേഴ്സ് ദാൻ ദ ഇൻഡിവിജ്വൽ കണക്ഷൻസ്. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന കണക്ഷനേക്കാളും നമ്പർ ഓഫ് വയേഴ്സിൻ്റെ കണക്ഷനും കുറവാണ്. പിന്നെ പ്രയോറിറ്റി ഗ്രൂപ്പ്സ് ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. അതാണ് നമ്മൾ നേരത്തെ കണ്ട് സെപ്പറേറ്റ് ആയിട്ട് ലൈൻസ് കൊടുക്കാണ്ട് പ്രയോറിറ്റി ഗ്രൂപ്പ്സ് ആയിട്ട് സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഹിയർ ദ ഡിവൈസസ് ആർ ഓർഗനൈസ്ഡ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഈച്ച് ഗ്രൂപ്പ് ഈസ് കണക്റ്റഡ് അറ്റ് ഡിഫറെൻറ്റ് പ്രയോറിറ്റി ലെവൽസ്. അപ്പം ഓരോ പ്രയോറിറ്റി ലെവലിലും ഓരോ ഗ്രൂപ്പിനാണ് പ്രയോറിറ്റി, ഓരോ ഡിവൈസിനല്ല ഓരോ ഗ്രൂപ്പിനാണ് പ്രയോറിറ്റി. വിത്തിൻ എ ഗ്രൂപ്പ് ഡിവൈസ് ആർ കണക്റ്റഡ് ഇൻ എ ഡെയ്സി ചെയിൻ ഫാഷൻ. ഡിവൈസ് റിക്വസ്റ്റുകൾ മൾട്ടിപ്പിൾ ഡിവൈസ് ഇൻറ്ററപ്റ്റിനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ റിക്വസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരിക്കും CPU ഓവർലോഡഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തുണ്ട്, വി ആർ ഹാവിങ് എ കൺട്രോൾ മെക്കാനിസം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കിയിട്ടുണ്ട് ഒരു ഡിവൈസ് സ്പെസിഫിക് ആയിട്ട് എന്ത് കാണും, ഓരോ എനേബിൾഡ് ആൻഡ് ഡിസേബിൾ ബിറ്റ്സ് ഉണ്ട്. അപ്പം KEN എന്ന് വെച്ച് കഴിഞ്ഞാൽ കീബോർഡ് ഇൻറ്ററപ്റ്റിനെ എനേബിൾ ചെയ്യുന്ന സ്റ്റാറ്റസാണ് KEN. ദെൻ ഡിസ്പ്ലേ ഇൻറ്ററപ്റ്റിനെ എനേബിൾ ചെയ്യുന്നതാണ് DEN. ഓക്കെ, ഇനി കീബോർഡുമായിട്ടുള്ള ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നതാണ് KIRQ. ദെൻ ഡിസ്പ്ലേ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റിനെ ജനറേറ്റ് ചെയ്യുന്നതാണ് DIRQ. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞാൽ കീബോർഡ് ഇൻറ്ററപ്റ്റ് എനേബിൾ ഓൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കീബോർഡ് ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ തന്നെ ഡിസ്പ്ലേ ഇൻറ്ററപ്റ്റ് എനേബിൾ ആണെങ്കിൽ മാത്രമേ, ഇപ്പോൾ ഇത് എനേബിൾ ആണെങ്കിൽ മാത്രമേ കീബോർഡ് ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് വരത്തുള്ളൂ. അതേപോലെ തന്നെ ഇൻറ്ററപ്റ്റ് എനേബിൾ ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഡിസ്പ്ലേ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റിനെ നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് എപ്പോഴാണ് കീബോർഡ് എനേബിൾ ആവേണ്ടത്, എപ്പോഴാണ് ഡിസ്പ്ലേ എനേബിൾ ആവുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാം, ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സർ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഒരു പ്രോസസ്സർ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഡിവൈസ് ഓപ്പറേഷൻസ് മാത്രമേ അലോ ചെയ്യാൻ പാടുള്ളൂ. സോ ഇപ്പോൾ നമുക്ക് ഒന്നുമില്ല, ഒരു ഇൻറ്ററപ്റ്റ് ഒരു കീബോർഡിൽ നിന്നുള്ള ഒരു വാല്യൂ ആണ് നമ്മുടെ പ്രോഗ്രാം ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഗ്രാമിന് ഇപ്പോൾ നമുക്ക് എന്ത് വേണം, ഒരു ഇൻപുട്ട് വേണം, ഒരു സ്കാനർ ഫംഗ്ഷൻ വർക്ക് ചെയ്യുവാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താണ്, കീബോർഡിനെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റിനകത്ത് എനേബിൾ ചെയ്യാൻ പാടുള്ളൂ. ആ സമയത്ത് മോണിറ്ററിന് ഒരു റോളും ഇല്ലല്ലോ. അപ്പോൾ മോണിറ്ററിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ എനേബിൾ ചെയ്യുന്നത് പ്രോസസ്സ് അവിടെ നമ്മൾ കട്ട് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ കൺട്രോൾ ആക്ഷൻ ചെയ്യുന്നത് എന്താണ്, നമുക്ക് കീബോർഡ് എനേബിളും ഉണ്ട്, ഡിസ്പ്ലേ എനേബിളും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കീബോർഡ് എനേബിൾ ഓൺ ആക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കീബോർഡിന് അവിടെ ഒരു ഇൻറ്ററപ്റ്റ് പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ഈ കറസ്പോണ്ടിങ് പ്രോഗ്രാമുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഏത് IO ഓപ്പറേഷൻ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ആ ഓപ്പറേഷൻ അനുസരിച്ചിട്ടുള്ള ബിറ്റുകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും പാടുള്ളൂ. ഇപ്പോൾ കീബോർഡ് എനേബിൾ ചെയ്യണം, ഒരു ഇൻപുട്ട് ആവശ്യമായിട്ട് നിൽക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ സമയത്ത് നമ്മൾ ഡിസ്പ്ലേ എനേബിൾ ചെയ്ത് വെച്ചതുകൊണ്ട് എന്ത് സംഭവിക്കും, നമ്മുടെ CPU അവിടെ ഓവർലോഡഡ് ആയി പോകും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്പ്ലേ പ്രോസസ്സ് അല്ലെങ്കിൽ ഡിസ്പ്ലേ എനേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബിറ്റ് നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഡിസേബിൾ ചെയ്ത് വെക്കും, 0 ആക്കി വെക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ നമുക്ക് ആ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് ഡിസ്പ്ലേ ഓപ്പറേഷൻ വരെ ആകുവാണെങ്കിൽ മാത്രം, അവിടെ ഡിസ്പ്ലേ ഓപ്പറേഷൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്പ്ലേ എനേബിൾ കൊടുക്കുക. ഡിസ്പ്ലേ എനേബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവിടെ ഡിസ്പ്ലേ യൂണിറ്റിന് ഒരു ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഏത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ആണെങ്കിലും നമ്മുടെ പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രോഗ്രാമുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഡിവൈസുകൾ മാത്രം എന്ത് ചെയ്യുക, ഇൻറ്ററപ്റ്റിനെ പ്ലേസ് ചെയ്യുക എന്നാണ് കൺട്രോൾ ഓപ്പറേഷൻ വെച്ചിട്ട് അവർ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഡിവൈസിൻ്റെ റിക്വസ്റ്റിനെ ബ്ലൈൻഡായിട്ട് നമ്മുടെ പ്രോസസ്സറിലേക്ക് വിടാണ്ട് ഡിവൈസ് റിക്വസ്റ്റ് എനേബിൾ ചെയ്യുന്നത് എപ്പോഴായിരിക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺട്രോൾ ഓപ്പറേഷൻ ആക്ടിവേറ്റ് ആകുമ്പോൾ. അപ്പോൾ കീബോർഡിൻ്റെ കൺട്രോൾ ഓപ്പറേഷനാണ് കീബോർഡ് എനേബിൾ, ഡിസ്പ്ലേ യൂണിറ്റുമായിട്ടുള്ള അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കൺട്രോൾ ഓപ്പറേഷനാണ് ഡിസ്പ്ലേ എനേബിൾ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിനുള്ളിൽ
കീബോർഡ് ഓപ്പറേഷനാണ് അർജൻറ്റായിട്ട് നടക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കീബോർഡ് എനേബിൾ ചെയ്യും. ഒരു ഡിസ്പ്ലേ ഓപ്പറേഷനാണ് അർജൻറ്റായിട്ട് നടക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്പ്ലേ ഓപ്പറേഷൻ നമ്മൾ എനേബിൾ ചെയ്യും. അപ്പോൾ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിറ്റ് കീബോർഡ് എനേബിൾ ആണെങ്കിൽ മാത്രമേ കീബോർഡിന് ഒരു ഇൻട്രപ്റ്റിനെ റേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഡിസ്പ്ലേ എനേബിൾ ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു ഡിസ്പ്ലേ ഓപ്പറേഷൻ അല്ലെങ്കിൽ നമുക്ക് DIRQ ഡിസ്പ്ലേ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് നമുക്ക് അവിടെ എനേബിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു ഡിസ്പ്ലേ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് പ്രൊസസ്സറിനെ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് മെയിൻലി കൺട്രോളിങ് ഡിവൈസ് റിക്വസ്റ്റിനകത്ത് മെയിൻലി നോക്കുന്നത്. ഓക്കെ, ഇനി എക്സെപ്ഷൻസിൻ്റെ കേസിൽ നമുക്ക് ഇതിൻ്റെ ഒരു കാറ്റഗറൈസേഷൻ ചോദിക്കാം. എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇൻട്രപ്റ്റ് പോലെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ആൻഡ് ഇൻട്രപ്റ്റ് ഈസ് ആൻ ഇവൻറ്റ് that causes the execution of one program to be suspended and the execution of another program to begin. Okay, so exception എന്ന് പറഞ്ഞാൽ എന്താണ്, it is used to refer to any event that causes an interruption. അപ്പോൾ ഇൻട്രപ്ഷൻ കോസ് ചെയ്യുന്ന ഇവൻറ്റിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു റെഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്, എക്സെപ്ഷൻ എന്ന് പറയുന്നത്. എക്സെപ്ഷൻസ് ഒക്കെ നിങ്ങൾ എന്താണെന്ന് ഡീറ്റെയിൽ ചെയ്ത് പഠിച്ചിട്ടുണ്ടല്ലേ, അപ്പോൾ അതവിടെ കിടക്കട്ടെ. ദെൻ കൈൻഡ്സ് ഓഫ് എക്സെപ്ഷൻസ് എന്താണെന്ന് ചോദിക്കും. ഒരു എറർ ഉണ്ടാവുകയാണെങ്കിൽ അതിനകത്തുനിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സെപ്ഷൻ റൈസ് ചെയ്യാം. ഡീബഗിങ്ങിന് വേണ്ടിയിട്ട് ബഗ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, എക്സെപ്ഷൻസ് റൈസ് ചെയ്യാം. ദെൻ പ്രിവിലേജ്ഡ് എക്സെപ്ഷൻസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, എക്സെപ്ഷൻസ് അവിടെ എനേബിൾ ആവണം അല്ലേ. സോ അപ്പം ഫസ്റ്റ് നോക്കാം, റിക്കവറി ഫ്രം എറേഴ്സ്. ഓക്കെ, സോ ഒരു കമ്പ്യൂട്ടർ ഹാവ് എറർ ചെക്കിംഗ് കോഡ് ഇൻ മെയിൻ മെമ്മറി വൈൽ വിച്ച് അലൗസ് ദ ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ഇൻ ദ സ്റ്റോർ ഡേറ്റ. അപ്പോൾ നമ്മുടെ സ്റ്റോർ ഡേറ്റയിലുള്ള എറേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു എറർ ചെക്കിംഗ് മെക്കാനിസം നമ്മുടെ മെയിൻ മെമ്മറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു എറർ ഒക്യർ ചെയ്യുന്നതാണെങ്കിൽ ദ കൺട്രോൾ ഹാർഡ്വെയർ ഡിറ്റക്ട്സ് ഇറ്റ്സ് ആൻഡ് ഇൻഫോം ദ പ്രോസസ്സർ ബൈ റൈസിങ് ആൻ എക്സെപ്ഷൻ. ഓക്കെ, ബൈ റൈസിങ് ആൻ ഇൻട്രപ്റ്റ്. ഓക്കെ, ഒരു ഇൻട്രപ്റ്റ് കൊടുത്തിട്ട് നമ്മൾ പറയും ഒരു എറർ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, ദ പ്രോസസ്സർ ഓൾസോ interrupts the program if it detects an error or an unusual condition while executing the instance. It suspends the program being executed and starts an execution service routine. Okay, അപ്പം ഈ ഒരു സർവീസ് റൊട്ടീൻ ഇൻട്രപ്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് നമ്മളെന്തെന്ന് പറയുന്നത്, ഒരു എക്സെപ്ഷനായിട്ട് നമ്മളതിനെ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡീബഗിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ഹാസ് എ പ്രോഗ്രാം കോൾഡ് ഡീബഗർ വിച്ച് ഹെൽപ്സ് ടു ഫൈൻഡ് എറേഴ്സ് ഇൻ എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിനകത്തുള്ള എറേഴ്സിനെ കണ്ടുപിടിക്കാനുള്ള സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആണ് ഡീബഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഡീബഗർ എന്ത് ചെയ്യുന്നുണ്ട്, എക്സെപ്ഷൻ ഉണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടു ഫെസിലിറ്റേറ്റ് എന്ത് വേണ്ടിയിട്ടാണ്, നമുക്ക് എറേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഡീബഗിങ് അല്ലെങ്കിൽ ഈ ഒരു എക്സെപ്ഷൻ നമുക്ക് റേസ് ചെയ്യാൻ പറ്റും. ബഗ്ഗിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേസ് മോഡും ഉണ്ട്, ബ്രേക്ക് പോയിൻറ്റും ഉണ്ട്. ട്രേസ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലൈൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ എറർ ചെക്കിംഗ് മെക്കാനിസം വർക്ക് ചെയ്യും. അതേസമയം ബ്രേക്ക് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഒരു പോയിൻ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ ഒരു ട്രേസിങ് അല്ലെങ്കിൽ ഈ ഒരു എറർ ചെക്കിംഗ് മെക്കാനിസം ആക്ടിവേറ്റ് ആകത്തുള്ളൂ. ഓക്കെ, സോ ട്രേസ് മോഡിൽ വെൻ പ്രോസസ്സർ ഈസ് ഇൻ ട്രേസ് മോഡ് ആൻഡ് എക്സെപ്ഷൻ ഒക്കേഴ്സ് ആഫ്റ്റർ എക്സിക്യൂഷൻ ഓഫ് എവറി ഇൻസ്റ്റൻസ് using the debugging program as the exception service routine. Okay, then the debugging program examines the contents of the register, memory locations, etc. On return from the debugging program, the next instance in the program being debugged is executed. The trace exception is disabled during the execution of a debugging program. Okay, ഇനി അടുത്ത ബ്രേക്ക് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹിയർ ദ പ്രോഗ്രാം ബീയിങ് ഡീബഗ്ഡ് ഈസ് ഇൻറ്ററപ്റ്റഡ് ഓൺലി അറ്റ് എ സ്പെസിഫിക് പോയിന്റ് സെലക്റ്റഡ് ബൈ ദ യൂസർ. അപ്പോൾ യൂസർ സെലക്ട് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ബ്രേക്ക് പോയിന്റിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആ ബ്രേക്ക് പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ ഒരു ഇൻസ്പെക്ഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ദെൻ ആൻ ഇൻസ്റ്റൻസ് കോൾഡ് ദ ട്രാപ്പ്. അപ്പോൾ ആ ഇൻസ്റ്റൻസിനെ വിളിക്കുന്ന പേര് എന്താണ്, ട്രാപ്പ്. Software interrupts is usually provided for this purpose. Okay, while debugging, the user may interrupt the program execution after ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡീബഗിങ് നടക്കുന്നത്. When the program is executed and reaches that point, it examines the memory and register കണ്ടൻസ്. ആ കണ്ടൻസ് എല്ലാം എന്ത് ചെയ്യും, രജിസ്റ്റേർഡ് ആവും. ഓക്കെ, ദെൻ പ്രിവിലേജ്ഡ് എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചു കഴിഞ്ഞു. സൂപ്പർവൈസർ മോഡിൽ നമ്മുടെ സിസ്റ്റം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ടു പ്രൊട്ടക്ട് OS ഓഫ് എ കമ്പ്യൂട്ടർ ഫ്രം ബീയിങ് കറപ്റ്റഡ് ബൈ യൂസർ പ്രോഗ്രാം, certain instances can be executed only when the processor is in supervisor മോഡിൽ. അപ്പോൾ സൂപ്പർവൈസർ മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു മോഡാണ്. അപ്പോൾ ആ പ്രിവിലേജ്ഡ് മോഡിൽ നമുക്ക് ഒരുപാട് റിസോഴ്സുകൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി കിട്ടും. അപ്പോൾ അതൊരിക്കലും നമ്മുടെ സിസ്റ്റത്തിന് ക്രാഷ് ആവാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രിവിലേജ്ഡ് മോഡിൽ അത് സെക്യൂർ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്ത് ഓപ്പറേഷൻസ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രിവിലേജ്ഡ് എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സൂപ്പർവൈസർ മോഡിൽ നമുക്കതിനെ ആക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. വെൻ പ്രോസസ്സർ ഈസ് ഇൻ യൂസർ മോഡ് ഇറ്റ് വിൽ നോട്ട് എക്സിക്യൂട്ട് ഇൻസ്റ്റൻസസ്. വെൻ ദ പ്രോസസ്സർ ഈസ് ഇൻ സൂപ്പർവൈസർ മോഡ് ഇറ്റ് വിൽ എക്സിക്യൂട്ട് ഇൻസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ പ്രിവിലേജ്ഡ് എക്സെപ്ഷൻസ് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു. ടു പ്രൊട്ടക്ട് OS ഫ്രം എ കമ്പ്യൂട്ടർ, to protect the OS of a computer from being corrupted by user program, certain instances can be executed only when the processor is in supervisor mode. These are called privileged exceptions. Okay, അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ privileged exceptions എന്ന്. Okay.